നമ്മൾ ലെവൽ പ്ലോട്ട് ചെയ്യുന്നത് കറക്റ്റ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഒരു ട്രേഡ് ഇവിടെ പോയത്, ഈ ഒരു ലെവലിൽ ട്രേഡ് പോയത്, ടാർഗറ്റ് വെച്ചത്, സ്റ്റോപ്പ് ലോസ് വെച്ചത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതിനു മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളൂടി നോക്കാനുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ട് മാർക്കറ്റ് ഒരു സെൽ മൂഡിലായിരുന്നു മാർക്കറ്റ് നിന്ന്. ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിൽ നിന്നാണ് മാർക്കറ്റ് ഒരു സെൽ മൂഡിലേക്ക് വന്നത്. അതിനുശേഷം ഏകദേശം ഒരു 4000 ലെവൽ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും തിരിച്ച് കയറുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞാൻ പൊതുവേ ബൈ ട്രേഡുകളാണ് എടുക്കുന്നത്. സെൽ ട്രേഡ് ഞാൻ പൊതുവേ എടുക്കാറില്ല. മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലാണെങ്കിൽ എനിക്ക് ട്രേഡുകൾ ഉണ്ടാവാറില്ല. മാർക്കറ്റ് അപ്പ് ട്രെൻഡിലേക്ക് പോകുന്ന ഒരു മൊമെൻറ്റത്തിലാണ് ഞാൻ പൊതുവേ ട്രേഡുകൾ എടുക്കാറുള്ളത്. എപ്പോഴും ബൈ ട്രേഡുകളാണ് ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ട്രേഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഏകദേശം ഇവിടെ എവിടെയോ എനിക്കൊരു SL അടിച്ചൊരു ട്രേഡ് ഉണ്ടായിരുന്നു. അത് ഞാൻ എവിടെയോ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാനില്ല. ഏകദേശം ഈ ഒരു ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു SL അടിച്ചൊരു ട്രേഡ് ഉണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ ട്രേഡിലേക്ക് വരുവാണെങ്കിൽ ഓൾമോസ്റ്റ് മാർക്കറ്റ് ഈ ഒരു സ്ട്രക്ചർ ഫോം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ മാർക്കറ്റിനെ നോക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചാർട്ട് നോക്കുന്നുണ്ട്. ഈ ഒരു ലെവൽ ഒക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു മൊമെൻറ്റം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ബയ്യേഴ്സ് അവരുടെ ഒരു സ്ട്രെങ്ത് കാണിച്ചത്. ആ ബയ്യേഴ്സ് സ്ട്രെങ്ത് കാണിച്ച് ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റിനെ ബയ്യേഴ്സ് കൊണ്ടുവന്നു. ഇവിടെ കണ്ടോ, സെല്ലിങ് സ്റ്റാർട്ട് ചെയ്ത ലെവലായിരുന്നത്. എഗെയിൻ മാർക്കറ്റിനെ ബയ്യേഴ്സ് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നു. അപ്പം നമുക്ക് ഇവിടെ ഒരു ഏരിയ നമുക്ക് ഇവിടെ മനസ്സിലാകുന്നുണ്ട് അല്ലേ. ഇവിടെ ഒരു ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ഏരിയ കിട്ടുന്നുണ്ട്. ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വന്നു. അതിനുശേഷം വീണ്ടും ഒരു സെൽ ഓഫ് വരുന്നു. മാർക്കറ്റ് വീണ്ടും ഒരു പുൾ ബാക്ക് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ പുൾ ബാക്ക് വരുന്നത് പ്രീവിയസ്ലി ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടൊരു ലെവൽ ഉണ്ടായിരുന്നു അല്ലേ. മാർക്കറ്റ് ഒന്ന് റിയാക്ട് ചെയ്ത് എഗൈൻ റിയാക്ട് ചെയ്തൊരു ലെവലായിരുന്നു ഈ ഒരു ലെവൽ. അപ്പോൾ ഈ ഒരു ലെവൽ ഞാൻ മാർക്ക് ചെയ്തു. അപ്പോഴും ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. എങ്ങനെയാണ് നമ്മൾ ലെവൽ പ്ലോട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഇതിനു മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ലെവൽ പ്ലോട്ട് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് ആ ഒരു ട്രേഡ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലാവും. നമ്മൾ കൃത്യമായിട്ട് ലെവൽ പ്ലോട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ട്രേഡ് ആ ഡയറക്ഷനിലേക്ക് പോകുള്ളൂ. നമ്മൾ ലെവൽ പ്ലോട്ട് ചെയ്യുന്നത് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ആ പ്രോപ്പറായിട്ടുള്ള സെറ്റപ്പ് കിട്ടത്തില്ല. കാരണം നമ്മുടെ ലെവലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ പിന്നീടുള്ള വ്യൂ വരുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു ലെവൽ പ്ലോട്ട് ചെയ്തു, അതല്ല വേറെ എവിടെയെങ്കിലുമാണ് ലെവൽ പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് വ്യൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ലെവൽ പ്ലോട്ട് ചെയ്യുന്നത് കറക്റ്റ് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഫോർവേഡ് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ട്രേഡുകൾ പോകാൻ പറ്റുള്ളൂ. അഗെയിൻ അപ്പം നമുക്ക് ഈ ഒരു ലെവല് പ്രോപ്പറായിട്ട് നിൽക്കുന്നത് മനസ്സിലായി. ഇവിടെ എനിക്കൊരു സെല്ലിംഗ് ക്യാൻഡിൽ നിൽപ്പുണ്ട്. ഞാൻ എൻ്റെ ഇൻസ്റ്റാ സ്റ്റോറിയിൽ ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഗെയിൻ മാർക്കറ്റ് താഴത്തേക്ക് വരുന്നു, സെല്ലിങ് തരുന്നു, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ഈ ഒരു ലെവലിന് താഴത്തേക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. പിന്നെ എന്നാൽ പിന്നെ ഇനി ട്രേഡ് ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. കാരണം മാർക്കറ്റ് ഈ ഒരു ലെവലിന് താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ഒരു മൊമെൻ്റ് ആയിരിക്കുമല്ലോ നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. ഓൾമോസ്റ്റ് ഈ ഒരു 4000 ലെവൽ നമ്മൾ ടാർഗറ്റൊക്കെ വെച്ചിട്ട് ഒരു ട്രേഡ് ആയിരിക്കും നമ്മൾ ഇനി പ്ലാൻ ചെയ്യുക. അപ്പം ഞാൻ പൊതുവേ സെൽ ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് അതും ഞാൻ വിട്ടു. എഗെയിൻ ഈ ഒരു ക്യാൻഡിൽ കിട്ടി. ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, ഇതൊരു ട്രാപ്പ് ക്യാൻഡിലാണ്. സെൽ സൈഡ് ട്രാപ്പ് എന്ന് പറയും ഞാനിതിനെ. ബൈ സൈഡ് നേരെ ഓപ്പോസിറ്റ് വരും. സെൽ സൈഡ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഫേക്ക് ആയിട്ട് വീണ്ടും മാർക്കറ്റ് തിരിച്ച് കയറി. അതിനുശേഷം ഈ ഒരു ക്യാൻഡിലും തന്നു. പ്രോപ്പറായിട്ട് ഇവിടെ എനിക്കൊരു ട്രേഡ് വരേണ്ടതായിരുന്നു. ഈ ഒരു മദർ ബേബി ക്യാൻഡിലിൽ ഇവിടെ ഒരു ട്രേഡ് എനിക്ക് വരേണ്ടതാണ്. പക്ഷേ ഞാൻ ആ ട്രേഡ് കണ്ടില്ല. ആ, ഇവിടെ ട്രേഡ് എടുത്തിട്ട് ഞാൻ ഈ ഒരു സ്വിങ് ഈ ഒരു മദർ ക്യാൻഡിലിൻ്റെ ലോയാണ് ഞാൻ പൊതുവെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കുന്നത്. ഈ ഒരു സ്ട്രക്ചർ ഞാൻ കണ്ടില്ല. ഈ ഒരു സ്ട്രക്ചർ കണ്ടില്ല. അതിനുശേഷം മാർക്കറ്റ് മൂവ് ചെയ്ത് ഈ റെഡ് ക്യാൻഡിൽ വന്നു. റെഡ് ക്യാൻഡിലിന് ശേഷം ഫർദർ ആയിട്ടൊരു സെല്ലിങ് വന്നു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് മേലേക്ക് കയറുന്നുണ്ട്. ഇവിടെ ഒരു ഇൻഡിസിഷൻ 3 ക്യാൻഡിൽ 15 മിനിറ്റായിട്ട് മാർക്കറ്റിൽ ഒരു ഇൻഡിസിഷനാണ് എനിക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സെല്ലിങ്ങും ബൈയിങ്ങും ഒരുപോലെ, സെല്ലിങ്ങും ബൈയിങ്ങും ഒരുപോലെ, സെല്ലിങ്ങും ബൈയിങ്ങും ഒരുപോലെ മാർക്കറ്റിൽ നിൽക്കുന്നു. ആ ഒരു സ്ട്രക്ചറിന് ശേഷം ഈ ഒരു ക്യാൻഡിലുണ്ട്. ഇതൊരു ബൈ പ്രഷർ ഉള്ളൊരു ക്യാൻഡിൽ, ഒരു ഹാമർ ടൈപ്പ്. ഈ ഒരു ക്യാൻഡിലിൻ്റെ മറ്റൊരു രൂപമാണ് ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഈ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിവിടെ എൻട്രി എടുത്തിട്ട് ഈ ഒരു സ്വിംഗ് ലോയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചത്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചിട്ട് എന്താ പറയുക, ഞാൻ ഈ ഒരു ഹൈ ആണ് ടാർഗറ്റും സെറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതിന് കാരണമെന്ന് പറയുന്നത്, ഇവിടെ കണ്ടു ഞാൻ ഒരു ട്രേഡ് ഇവിടെ പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നല്ലേ. ഇതെൻ്റെ ഒരു സെറ്റപ്പാണ്. ഈ ഒരു സെറ്റപ്പിൽ ട്രേഡ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് കൊടുക്കുക. സോറി, ഈ ഒരു ലെവലായി ഞാൻ സ്റ്റോപ്പ് ലോസ് കൊടുക്കുക. ഓക്കെ,
ഈ ഒരു ലെവലിലേക്ക് ഞാൻ സ്റ്റോപ്പ് ലോസ് കൊടുക്കുക. ഇത് നമ്മുടെ ടാർഗറ്റ് ആയിട്ട് വെക്കും. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഇവിടെ നിൽക്കുന്നത് എനിക്ക് നല്ല കോൺഫിഡൻസ്, കാരണം ഈ ഒരു സ്ട്രക്ചർ ഇവിടെ നിൽക്കുന്നുണ്ട്. അതായത് എനിക്ക് ഇവിടുന്ന് ട്രേഡ് വേണമെങ്കിൽ വരായിരുന്നു, അത് വന്നിരുന്നെങ്കിൽ എനിക്ക് എയർലി എൻട്രി എടുത്തിട്ട് ഇവിടെ ടാർഗറ്റ് വെക്കായിരുന്നു. ആ ഒരു സ്ട്രക്ചർ ഇവിടെ നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ബാക്കപ്പ് സപ്പോർട്ടും എനിക്കുണ്ട്. അതുകൊണ്ട് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ലെവൽ ഇവിടുന്ന് പ്രൈസ് ചിലപ്പോൾ കയറാം, അതെന്തോ ആയിക്കോട്ടെ. അതിനുശേഷം ഞാൻ ട്രേഡ് എടുത്തു, നേരെ മാർക്കറ്റ് മേലേക്ക് കയറി. എക്സാക്ട്ലി നമുക്ക് അടുത്തൊരു തടസ്സം എന്ന് പറയുന്നത് ഇവിടെ അല്ലേ, ഇവിടെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു ലെവൽ നമുക്കൊരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്, അവിടുന്ന് സെല്ലിങ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത് എസ് എൽ ട്രേഡാണ്, എസ് എല്ലിലേക്ക് പോവാണ്. എസ് എല്ലിലേക്ക് പോകുന്നത് നല്ല ഷാർപ്പായിട്ട് സെല്ലിങ് വരുന്നു. എന്താണ് ഈ ഒരു ലെവൽ പിന്നെ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട്. അതായത് മാർക്കറ്റ് ഒരു സ്വിങ് ലോ എടുത്തു, ഒരു സ്വിങ് ലോ എടുത്തു, എഗെയിൻ ഒരു സ്വിങ് ലോ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ. മാർക്കറ്റ് ഞാനിവിടെ ഡ്രോ ചെയ്ത് കാണിക്കുക. ഇവിടെ ഒരു സ്വിങ് ലോ ആൻഡ് എഗെയിൻ ഇവിടെ ഒരു 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 സ്വിങ് ലോ. ഓക്കെ, ഇവിടെ ഒരു സ്വിങ് ലോ. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ ഒരു സ്വിങ് ലോ അല്ലേ. ഒരു അപ് ട്രെൻഡിന് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, മാർക്കറ്റ് അതിൻ്റെ ലോസിനെ ഷിഫ്റ്റ് ചെയ്ത് മേലേക്ക് കൊണ്ടുപോകും. അതാണ് ഒരു അപ് ട്രെൻഡിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു സ്വിങ് ലോ റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. വീണ്ടും നമുക്ക് ഈ ഒരു ലെവലിൽ നടന്ന സെയിം സിനാരിയോ, എവിടെയാണ് നടന്നത്, ഇവിടെ നടന്ന സെയിം സിനാരിയോ നേരെ സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്ത് മാർക്കറ്റ് മേലേക്ക് കയറുന്നതായിട്ട് കണ്ടു. മാർക്കറ്റ് മേലേക്ക് കയറി എഗെയിൻ ഒരു ഹൈ എടുക്കുന്നു, എഗെയിൻ ഒരു ലോ എടുക്കുന്നു. അപ്പം ഈ ലോ എന്നൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ ട്രേഡ് പ്രൈസ് ആക്ഷൻ ഞാൻ പൊതുവെ ചെയ്യുന്നെങ്കിൽ എസ് എം സിയുടെ ഒരു കോൺസെപ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഈ 3 ക്യാൻഡിൽ കണ്ടോ, ഈ ഒരു 3 ക്യാൻഡിൽ വൺ സൈഡ് മൊമെൻറ്റം നടത്തി അതിന് ശേഷം വീണ്ടും മാർക്കറ്റ് താഴത്തേക്ക് ഇറങ്ങി വരുന്നു. ഇവിടെ കമ്പാരിറ്റീവ്ലി സെല്ലേഴ്സിൻ്റെ ബയ്യേഴ്സിൻ്റെ പ്രഷർ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ട് കാണാനായിട്ട് പറ്റുന്നത് ഈ 3 ക്യാൻഡിൽ കൊണ്ട് മാർക്കറ്റ് പോയ മൊമെൻറ്റത്തിൻ്റെ സെല്ലേഴ്സ് എടുക്കുന്നത് വളരെ സ്ലോലിയാണ്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് സെല്ലേഴ്സ് ഇവിടെ വളരെ വീക്കാണ്. ഓരോ സെല്ലിംഗ് ക്യാൻഡിലെ സ്ട്രക്ചറും ഉണ്ട്, വളരെ വീക്കായിട്ടുള്ള സെല്ലിംഗ് ക്യാൻഡിലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു മൊമെൻ്റ് ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്താക്കി, എൻ്റെ എസ് എല്ലിനെ എടുത്ത് ഈ ഒരു ലെവലിലേക്ക് കയറ്റി വെച്ചു. എസ് എല്ലിനെ എടുത്ത് കയറ്റി വെച്ചു. എഗെയിൻ രാത്രിക്ക് മാർക്കറ്റ് നേരെ പോയി ടാർഗറ്റ് അടിക്കുകയാണ് ചെയ്തത്. ഞാൻ പിന്നെ ട്രേഡിനെ മാനേജ് ഒന്നും ചെയ്യാൻ പോയില്ല, കാരണം പിന്നെ നമുക്കതിനെ വിട്ട് കൊടുക്കുക, മാർക്കറ്റ് എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ് ഞാൻ ചെയ്തത്. നേരെ പോയി ടാർഗറ്റ് അടിച്ചു, നമ്മുടെ കറക്റ്റ് ടാർഗറ്റും ഹിറ്റായി. പ്രൈസ് വീണ്ടും ആ ലെവലിൽ നിന്ന് തന്നെ റിയാക്ഷൻ എടുത്തു. ഇപ്പോഴും മാർക്കറ്റ് ഈ ഒരു സൈഡ് വേസ് മൊമെൻറ്റത്തിൽ തന്നെയാണ് കിടന്ന് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു ലെവൽ ഞാൻ ഇന്ന് രാവിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, അവിടെ നിന്ന് വാട്സപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ലെവൽസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്, കോൾസും കാര്യങ്ങളൊന്നുമല്ല. എൻ്റെ വ്യൂ എന്താണോ ഞാൻ എടുക്കാൻ പോകുന്ന ട്രേഡുകൾ, അങ്ങനെയുള്ള ലെവൽസുകൾ മാത്രമാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. ആ ലെവൽ നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കുകയോ അല്ലെങ്കിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുകയോ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാ ദിവസവും നമ്മുടെ ലെവൽസ് ഒന്നുമില്ല, ഞാൻ പ്രോപ്പറായിട്ട് മാർക്കറ്റിനെ കാണുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാകും. ആ സ്ട്രക്ചർ മാത്രമേ ഞാൻ, ആ ഒരു ലെവൽ മാത്രമേ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, അവിടുന്ന് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തേക്കാം, അവിടുന്ന് എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം.